സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് ഒരു ബർഫി ഉണ്ടാക്കാം. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ആദ്യം നമുക്ക് ചക്കക്കുരു എടുത്ത് അതിൻ്റെ പുറംതൊലി പൊളിച്ചു മാറ്റാം. വെളുത്ത കളറിലുള്ള തൊലിയാണ് പൊളിച്ചു മാറ്റേണ്ടത്. ചക്കക്കുരു കൊണ്ട് പല രീതിയിലും ബർഫി ഉണ്ടാക്കാം. ചക്കക്കുരുവിൻ്റെ ഉള്ളിലുള്ള തൊലി നമുക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അത് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കും എന്നാണ് പറയുന്നത്. ആരും അതിൻ്റെ ഉള്ളിലുള്ള കളർ തൊലി കളയേണ്ടതില്ല. പണ്ട് ഞങ്ങളെല്ലാം അത് എടുത്ത് കളയുമായിരുന്നു. പിന്നീടാണ് പറയുന്നത് കേട്ടത് അത് ക്യാൻസറിനെ പ്രതിരോധിക്കുമെന്ന്. ഇനി ചക്കക്കുരു കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും. ഇനി അഥവാ പൊടിയുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ചക്കക്കുരു വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പൊടിക്കുമ്പോൾ വെള്ളമൊന്നും ഇല്ലാതെയാണ് പൊടിച്ചെടുക്കേണ്ടത്. അഥവാ വെള്ളത്തിൽ നിന്ന് എടുത്ത ഉടനെ ആണെങ്കിൽ ഒരു തുണിയിൽ പരത്തിയ ശേഷം പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിക്കുമ്പോൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് തന്നെ വാരി നോക്കുമ്പോൾ കട്ടയുണ്ടെങ്കിൽ കോരി മാറ്റാം. നല്ലതുപോലെ പൊടിഞ്ഞു എന്ന് കണ്ടാൽ അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് ഒന്ന് കൈകൊണ്ട് തിരുമ്മിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നമുക്ക് ഒന്നുകൂടി തിരുമ്മിയെടുക്കാം. ഒരു മുറി തേങ്ങ കൂടി വേണം. ഇനി ഇത് പുട്ടും കുറ്റിയിലോ അപ്പച്ചെമ്പിലോ വെച്ച് ആവി കയറ്റി എടുക്കാം. ഇത് അരിപ്പൊടി ഇടണം എന്നില്ല. അരിപ്പൊടി ഇട്ടാൽ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടും. ഇനി ഇതൊന്ന് ആവി കയറ്റി മാറ്റി വയ്ക്കാം. മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് വയ്ക്കാം. അരിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ അതിൽ അഴുക്കുണ്ടാവും. ഇനി ശർക്കര ഉരുക്കി അരിച്ച് വെച്ചതിലേക്ക്
തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു മുറി തേങ്ങയുടെ പാലാണ് വേണ്ടത്. ഇനി വേവിച്ച് മാറ്റിവെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഉണക്കി വെച്ച ചക്കക്കുരുവാണ് നല്ലത്. അതാകുമ്പോൾ മധുരമുണ്ടാകും. ചക്കക്കുരു വെന്തതായതുകൊണ്ട് ശർക്കരയിലെ വെള്ളം വറ്റിയാൽ മതി. ഇനി ഇതിലുള്ള ശർക്കരപ്പാനി വറ്റുന്നതുവരെ ഇളക്കിയെടുക്കണം. ശർക്കരപ്പാനി നല്ലതുപോലെ വറ്റി വരണം. അപ്പോൾ പാത്രത്തിൽ നിന്ന് ഇളകി വരും. ഇതിൽ കിടന്ന് വേവുമ്പോൾ നല്ല മധുരം കിട്ടും ചക്കക്കുരുവിന്. പാത്രത്തിൽ നിന്ന് ഇളകി വരുന്നു എന്ന് കണ്ടാൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ ഇളകി വരുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ ഗീ തേച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ആ പാത്രത്തിൽ പരത്തി വയ്ക്കണം. പരത്തിയ ശേഷം ഒന്ന് നല്ലതുപോലെ അമർത്തി കൊടുക്കണം. എന്നാലാണ് അത് തണുത്ത ശേഷം എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ കഴിയുക. ഇങ്ങനെ നല്ലതുപോലെ അമർത്തി വെച്ച ശേഷം തണുക്കുമ്പോൾ നമുക്ക് മുറിക്കാം. ചൂടോടുകൂടി മുറിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകും. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മുറിച്ച് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം.
ഇതിനു മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.